ഹലോ, അഞ്ജിത്തല്ലേ? അതെ അതെ, ഞാൻ 9 മണിക്ക് കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ വരും. പറഞ്ഞേ, ഇതെന്ത് പറ്റി? ആ അത് ശരി, അത് കുഴപ്പമില്ല. പിന്നെ മറ്റേ കക്ഷിയില്ലേ, വണ്ണമുള്ള കക്ഷി കിട്ടുവാണെങ്കിൽ പുള്ളിയായിട്ട് വാ, ഒറ്റയ്ക്ക് വരണ്ടാന്ന്. വരാതിരിക്കരുത്. ഇപ്പോൾ ഞാൻ ഇയാളല്ലേ വിളിക്കുന്നത്, ഇയാളല്ലേ എന്നെ കൊണ്ടുവിട്ടത്. അപ്പോൾ കുഴപ്പമില്ല, അതുമായിട്ട് വാ, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഞാൻ വരട്ടെ. എന്നെ കൊണ്ടുവിട്ട് പോയപ്പോഴാണല്ലോ സംഭവം ഉണ്ടായത്. വാട്ടെ, ഞാനും കൂടെ വരാം. വന്നിട്ട് നമുക്കിത് സംസാരിക്കാം. പേടിയൊക്കെ മാറും, കുഴപ്പമില്ല. ശരി, 9 മണിക്ക് തന്നെ, 9 മണിക്ക് ട്രെയിനല്ലേ? ശരിയാണ്, ഓക്കെ. പോയിരുന്നു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ എന്തായാലും പണിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കാര്യം പറഞ്ഞായിരുന്നു അവിടെ. പിന്നെ ഞാൻ കഴിഞ്ഞ 4-5 ദിവസമായി ഞാൻ പിന്നെ അഞ്ചത്തിന്റെ ഓട്ടോയിലാണ് പോയത്. അവിടെ എന്നെ കൊണ്ടുവിട്ടത്. അപ്പോൾ ഞാൻ തിരിച്ച് വരുന്നവരെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ അവനെ വിളിച്ച, അപ്പോൾ അവൻ പറഞ്ഞ അന്ന് എന്തുകൊണ്ട് പേടിച്ചു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ പിന്നെ വിളിച്ചായിരുന്നു. അവൻ ഈ വിവരം പറഞ്ഞില്ലേ, എനിക്ക് ഇതുപോലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, അതിന്റെ കാര്യത്തിന് വേണ്ടി പോണോന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് വരണ്ട. അപ്പൊ ഞാനിപ്പോ അവനെല്ലാം വിളിക്കുന്നു സ്ഥിരം. പറഞ്ഞ ദേവസ്വം കൂടെ വിളിച്ചോണ്ട് പോവാ, അവനുള്ള ആളിനെയും കൂടെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അഞ്ചിക്ക് അന്ന് എന്തോ സംഭവിച്ചു, എന്തുകൊണ്ട് പേടിച്ചെന്ന് പറഞ്ഞു. എന്തോ സംഭവം? പിന്നെ ഞാനിതേപോലെ നല്ല കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോഴേ കല്യാണിക്ക് ഒരാൾ കൈ കാണിച്ച് കയറിയായിരുന്നു. കല്യാണിക്ക് അവിടെ നമ്മുടെ പോസ്റ്റിന്റെ അടുത്തല്ലേ? അതെ അതെ. അപ്പൊ ആളുടെ അടുത്ത് പറഞ്ഞത് ആറാട്ട് ഇറങ്ങിയാൽ മതി, പിന്നെ കൊല്ലത്തുനിന്ന് വേണ്ട വരുവാന്നാണ് പറഞ്ഞത്. കൈ കാണിച്ച് ഇവിടെ വരെ വന്നെത്തിയതാണെന്ന് പറഞ്ഞാണ് കയറിയത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരുന്നതാ. പക്ഷെ അയാളെ അപ്രത്യക്ഷമായിട്ട് പിന്നെ കണ്ടിട്ടില്ല. ആളെ കാണാനായിട്ട് അങ്ങനെ നല്ല ലുക്കാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആള് ഏറ്റിച്ചിരുന്നപ്പോഴത്തേക്ക് ആളെ കാണുന്നില്ല. അങ്ങനെ എന്തായാലും കൊള്ളാം. ഞാൻ ആകെ പേടിച്ച് വിറച്ച്. ആകെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. അത് കുഴപ്പമില്ല. നമുക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്താലേ നമുക്ക് മനസ്സിൽ നിന്ന് ഭയം മാറ്റിയെടുക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കണം. പിന്നെ രാത്രി ഓട്ടത്തിന് പോകുന്നതല്ലേ, പിന്നെ എന്തെങ്കിലും കണ്ട് ഭയം മേടിച്ചാൽ പിന്നെ അത് വലിയൊരു വിഷയമാകും. അത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള ടെൻഷൻ വരെ.
വണ്ടിക്കൂലി എത്ര ഇവിടെ ചേട്ടാ പിന്നെ നാളെ നമുക്ക് പറഞ്ഞ സ്ഥലത്ത് വരെ ഒന്ന് പോകണം കേട്ടോ. അത്യാവശ്യം ഇല്ലെങ്കിൽ എന്റെ ഭയം മാറത്തില്ല. അതുകൊണ്ടാണ് എന്തായാലും ആ സംശയം നമുക്ക് മാറ്റിയേക്കാം. നാളെ ഒരു 4 മണിയാകുമ്പോൾ ഒന്ന് വിളിക്കേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നേക്കാം. എന്നിട്ടേ നമുക്ക് എന്തായാലും ആ സ്ഥലത്ത് പോയി ഒന്ന് ക്ലിയർ ചെയ്യാം. നല്ല മനസ്സിലെ പേടിയൊക്കെ മാറട്ടെ. ഭയം എന്തായാലും മാറ്റിയെടുക്കുക. മനസ്സിലായോ?